ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ SSLC ഇംഗ്ലീഷ്, +1 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, +2 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഈ ക്ലാസ്സുകൾക്ക് ശേഷം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ് +1 ഇംഗ്ലീഷ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ +1 ഇംപ്രൂവ്മെൻ്റ് എഴുതുന്നതായിട്ടോ അതല്ല +1 ഇംഗ്ലീഷ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അവർക്ക് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇംഗ്ലീഷിൽ എങ്ങനെ A+ എടുക്കാം, A+ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് അതിന് യോഗ്യമായ ക്ലാസ്സുകളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആസ് എ ബിഗിനിങ് എല്ലാവരും പറയുന്ന പോലെ തന്നെ കാര്യം പറയാമല്ലോ, ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലേ? അതല്ലേ കോമൺ. സോ എനിവേ, ലെറ്റ്സ് കംസ് ടു ദ ക്ലാസ്. നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് +1 ഇംഗ്ലീഷിനകത്തെ ആദ്യത്തെ യൂണിറ്റ്. എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ? യെസ്, ദാറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. എടാ, ഞാൻ ഈ പറയട്ടെ, ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ബിൽഡിംഗ് കോൺഫിഡൻസ് ഇൻ അസ് എന്നുള്ളതാണ്. അതായത് 10th ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ശരിക്കും അവരുടെ ആ ഒരു ബാല്യം കഴിഞ്ഞ് ശരിക്കും ആ ഒരു അഡോളസൻസിലേക്ക് അവർ എൻ്റർ ചെയ്യുന്ന ഒരു സമയമാണ്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ദെയർ ലൈഫ്. അവരുടെ മാനസികമായും അല്ലാത്ത രീതിയിലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്ക് എന്ത് കൊടുക്കുക? ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നുള്ളൊരു സംഗതിയാണ് ശരിക്കും ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So we can simply say that here the theme of the first unit is importance of confidence. We have to be confident in our life to overcome the problems of our life. നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ചെറുതും വലുതുമായ ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അതിന് വേണ്ടതായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതാണ് ശരിക്കും ഇതിലൂടെ തരുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആത്മവിശ്വാസം ഇവർ തരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അറിയോ? ആ തരാൻ അവർ ശ്രമിക്കുന്നത് ശരിക്കും ഇവിടെ ഒരു സീഗളിൻ്റെ കഥയിലൂടെയാണ്. അതായത് ഒരുപാട് കാലങ്ങളായിട്ടും പറക്കാൻ മടിച്ചിരുന്ന, ഞാൻ പറന്നു കഴിഞ്ഞാൽ വീണു പോകുമോ എന്ന് പേടിച്ചിരുന്ന ഒരു സീഗളിൻ്റെ കഥയിലൂടെ എങ്ങനെയാണ് ആ സീഗിൾ പറക്കാൻ പഠിച്ചത്, പറക്കാൻ പഠിച്ചതിന് ശേഷമുള്ള ആ സീഗിളിൻ്റെ കഥ എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഹി വാസ് റിയലി എ മോട്ടിവേറ്റിംഗ് പേഴ്സൺ, അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടൻ്റൊക്കെ നമുക്ക് തന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റീഫൻ ഹോക്കിംഗ് കേവലം ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കഥ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മോട്ടിവേറ്റ് ചെയ്യാണ്. സോ ഹിയർ സിംപ്ലി ദ തീം, ദ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ദിസ് യൂണിറ്റ് ഈസ് ടു ബിൽഡ് കോൺഫിഡൻസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു സെഷനകത്ത് നമ്മൾ ഓരോ ചാപ്റ്റർ, അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ ആൻഡ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ഇതിനകത്ത് തന്നെ പറയും. പോട്രി നമ്മൾ ഒരു അനദർ സെഷൻ ആയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുക കേട്ടോ. അതായത് ഇഫ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഡെത്ത് ലെവൽ, സൺറൈസ് ഓൺ ദ ഹിൽസ്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, അങ്ങനെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ വേറെയും ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു സെഷനിലേക്ക് നമ്മൾ വരികയാണ്. ഫസ്റ്റ്, what we have to focus in this unit. So here we can say that ഈ ഒരു യൂണിറ്റിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് നിങ്ങൾ അറിയൂടാ? ദാറ്റ് ഈസ് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ്. ഇവിടുന്ന് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ്. ഈ ഒരു ചോദ്യം മേ ബി നമുക്കൊരു ടേബിൾ തന്നിട്ട് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് അതിൻ്റെ ഒരു സർക്കിൾ തന്ന് അതിൽ എഴുതിയിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ്, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. അതായത് ഒരാൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ജീവിതത്തിൽ ജയിക്കണം എന്നാണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കണം അവർക്ക് വേണ്ടത്? ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് നമുക്ക് പഠിക്കണം. ഏതൊക്കെയാ? സിമ്പിൾ അല്ലേ? ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ഒരു ടേബിളായി തന്നെ അവിടെ കൊടുത്തിട്ടില്ലേ? ഏതാ? ഹാർഡ് വർക്ക്, അല്ലേ? ഡിറ്റർമിനേഷൻ, പെർസീവറൻസ്, കറേജ്, അതുപോലെ ഓപ്റ്റിമിസം, കോൺഫിഡൻസ്, ഗോള്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് അവിടെയുണ്ട്. അപ്പം ഞാൻ സിംപ്ലി പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഒരു 6 ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. ഈ ചോദ്യം എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ്, അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ
ഇവിടെ സീഗൾ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ഹിസ് ലൈഫ്. സീഗളിന് അവരുടെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സീഗളിന് വേണ്ടത്? അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ആ പ്രശ്നത്തെ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഈ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഓവർകം വാട്ട് എവർ ദ പ്രോബ്ലംസ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്. അപ്പോൾ അതാ പറയുന്നത്, ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചൊരു ധാരണ നമുക്കിവിടെ വേണം. ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് മെയിനായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. സോ ദെൻ ഇവിടെ നമുക്കറിയാലോ, ആദ്യം തന്നെ ആബ്സ് ഫോർ സ്പീച്ച് എന്ന് പറയുന്ന ഒരു വർക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അനക്ഡോട്ടിൻ്റെ ഒരു അനക്ഡോട്ടാണ് അല്ലേ. എബ്രഹാം ലിങ്കൺ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ആയിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ ലോകമറിയപ്പെടുന്ന ഒരു സ്പീക്കറായി മാറിയത് എങ്ങനെയാണ്? ഹൗ വാസ് ദ ഫസ്റ്റ് സ്പീച്ച് ഓഫ് എബ്രഹാം ലിങ്കൺ? അതാണ് നമ്മൾ ആ ഒരു ആബ്സ് ഫോർ സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് പഠിക്കുന്നത് അല്ലേ. എബ്രഹാം ലിങ്കണും തൻ്റെ ഒരു റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയനായിട്ടുള്ളായിരുന്ന ഡെനിസ് ഹാങ്സും കൂടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു സ്റ്റം സ്പീക്കർ ഘോരഘോരമായി സംസാരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഈ ഡെനിസ് ഹാങ്സ് എബ്രഹാം ലിങ്കനെ മോട്ടിവേറ്റ് ചെയ്യാണ്. ഇവർക്ക് രണ്ടുപേർക്കും തോന്നുന്നതാണ് ആ സ്റ്റം സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അപ്പോൾ ഈ ഡെന്നിസ് ഹാങ്സ് എബ്രഹാം ലിങ്കനോട് പറയുന്നു, നീ എന്ത് ചെയ്യുക, അവനുള്ള മറുപടി കൊടുക്കുന്ന എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇവനെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വുഡൻ ബോക്സ് അല്ലെ, ആ ബോക്സിന് മീതെ കയറി നിന്ന് ഒരു വള്ളി ട്രൗസറും മോട്ടയുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നത്, തൻ്റെ ആദ്യത്തെ പ്രസംഗം അവിടെ നടത്തുന്നത്. ആ വർക്കിനകത്ത് ഡെന്നിസ് ഹാങ്സിൻ്റെ ക്യാരക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെന്നിസ് ഹാങ്സ് വർക്ക്സ് ലൈക്ക് എ കാറ്റലിസ്റ്റ്, ഒരു ഉൾപ്രേരകം, CATALYST, ഒരു ഉൾപ്രേരകത്തെ പോലെയാണ് ശരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അത് ബേസ്ഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഈവൻ ദോ നിങ്ങൾ അവിടെ പഠിക്കണം എന്ത്, ഈ ഡെന്നിസ് ഹാങ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റോള്, വർക്ക്സ് ലൈക്ക് എ കാറ്റലിസ്റ്റ് എന്നുള്ള ആ ഒരു സംഗതി അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. സോ ദെൻ അത് കഴിഞ്ഞാലാണ് നമ്മൾ ആക്ച്വലി എന്തിലേക്ക് വരുന്നത്, ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലേക്ക് വരുന്നത്. അതിന് മുന്നേ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. ആ പോയിന്റ് എന്താണെന്നറിയോ? സം പീപ്പിൾ ഡു നോട്ട് ഡെയർ ടു ഷോക്കേസ് ദിയർ ടാലൻസ് അല്ലേ. അവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ 2 പേജുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെലക്റ്റൻറ്റ് പെർഫോമറുടെ ഒരു ചിത്രം അവിടെ കാണാൻ പറ്റും അല്ലേ. ഒരു പേജ്, ഒരു ചിത്രം അവിടെ ഉണ്ടല്ലോ, ഒരു പിക്ചർ. ആ പിക്ചറിനകത്ത് തൻ്റെ ടീച്ചേഴ്സ് മുഴുവൻ ഒരു ബോയിയെ ഒരു മൈക്കിന് മുന്നിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യാണ്, റിലക്റ്റൻ്റ് ആയിട്ട് ഓ മൈ ഗോഡ് വാട്ട് ഐ വിൽ ഡു എന്നുള്ള രൂപേനെ അങ്ങനെ മടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില ആളുകൾ അവരുടെ ടാലൻറ്റുകളെ ഷോക്കേസ് ചെയ്യുന്നതിൽ അവരെന്ത് ചെയ്യാറുണ്ട്, പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രൂപേണയും നമ്മളോട് ചോദിക്കാം. അതിൻ്റെ കാരണങ്ങൾ എന്താ? അതായത് ഒരാൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ്. ആൾ കോൺഫിഡൻ്റ് ആകുമ്പോഴാണ്, ഹാർഡ് വർക്കിംഗ് ആകുമ്പോഴാണ്, പെർസീവറൻ്റ് ആകുമ്പോഴാണ്, ഡിറ്റർമൈൻഡ് ആകുമ്പോഴാണ് ആൾ ജയിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എങ്ങനെയാണ്, എപ്പോഴാണ് പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കിവിടെ സുഖമാണല്ലോ. നമുക്ക് എന്തു പറഞ്ഞാൽ മതി, ആ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്സിന് മുന്നിൽ മുഴുവൻ നമ്മൾ ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരല്ലേടാ. ലാക്ക് ഓഫ് ഹാർഡ് വർക്ക്, lack of perseverance, lack of determination, lack of confidence, lack of optimism. ഇതൊക്കെയാണ് 2 സംഗതികൾ. ഈ സെയിം സാധനം നമ്മൾ സീകൾ പറക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ കാരണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ലാസ്റ്റ് അച്ചീവ് ചെയ്തുകൊണ്ടാണ്, ഗെയിൻ ചെയ്തതുകൊണ്ടാണ്. പറക്കാൻ മടിച്ചിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇതുമാണ് അല്ലേ, ആ കോൺഫിഡൻസ് ഇല്ലാത്തതാണ്, ഹാർഡ് വർക്കിംഗ് അല്ലാത്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ബിഗിനിങ് എന്ന രൂപേണ നമ്മൾ പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. ഇനി നമ്മൾ ലിയാം ഓ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥയാകും എന്നുള്ളത് പറയുന്നു. വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് എ സ്റ്റോറി ബൈ ലിയാം ഓ ഫ്ലഹർട്ടി അബൌട്ട് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് എ യങ് സീഗൾ അല്ലേ. He stayed alone on his nest without any effort to fly. He thought that when he tries to fly, he would fall into the sea. His wings would never support him. Thus, he will die. And his parents tries to shed his fear and threatened to let him starve on his ledge. But all in vain. He didn't move. But in the end of the story, we can see that maddened by hunger, because of hungry, the seagull made his first flight. So here we can simply say that this chapter, his first flight, mainly talks about
ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരൻസ് ഗൈഡൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അവിടെ പറയുന്നത്. കഥയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറിയാണ് ഞാൻ ഈ മേലെ പറഞ്ഞ കാര്യം കേട്ടോ. എടാ, നിങ്ങൾ ഇതിൻ്റെ ഒരു സമ്മറി പഠിക്കാതെ നിങ്ങൾ പോരുത്. ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറി നിങ്ങൾ പഠിക്കണം. അതായത് ആ ഒരു സീകള് തൻ്റെ കൂട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതായത് പറക്കാൻ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. തൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറന്നു കഴിഞ്ഞിട്ടും ഇതിന് പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അപേക്ഷിച്ച് നല്ല വലിയ ചിറകുകളും കാര്യങ്ങളൊക്കെ ഈ സീകളുണ്ടായിരുന്നു. എങ്കിൽ പോലും പറക്കാൻ ഇതിന് പേടിയായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം ഈ ഒരു സംഗതി മനസ്സിലാക്കിയിട്ട് തൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും പറക്കാൻ വേണ്ടിയിട്ട് അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവനെ പട്ടിണിക്കിടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആരുടെ കളി അല്ലേ, സീകൾ അവിടെ പറക്കുന്നില്ല. സീകൾ എന്ത് ചെയ്യാണ്, സീകളിന് തോന്നുന്നതാണ്. ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാലോ. ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം ആൻഡ് ഹി വുഡ് ഫോൾ ഇൻ ടു ദ സീ ആൻഡ് ഹി വിൽ ഡൈ. അതായത് താൻ പറന്നു കഴിയുമ്പോൾ തൻ്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യൂല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, കടലിലേക്ക് ഞാൻ വീണുപോകും, ഞാൻ മരിക്കും എന്നൊരു പേടി ആർക്കുണ്ടായിരുന്നു, ഈ സീകളിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സീകൾ പറക്കാൻ മടിച്ചു നിന്നതിൻ്റെ കാരണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ആ ഒരു മോട്ടിവേഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. പാരൻസ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അവർ ആ ഒരു സംഗതിക്ക് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഓഫ് ദ സ്റ്റോറി, അതിൻ്റെ എൻഡിലാണ് ഈ മദർ സീകൾ എന്ത് ചെയ്യുന്നുണ്ട്. മദർ സീകൾ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവിടെ മനസ്സിലാക്കി വെക്കണേ. മദർ സീകൾ ഭയങ്കര കെയറിങ് ആണ്, ലവിങ് ആണ്, മോട്ടിവേഷണൽ ആണ്. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ അവിടെ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് തൻ്റെ ബീക്കിൽ ചെറിയൊരു സ്ക്രാപ്പ് ഓഫ് ഫിഷ് അല്ലേ, ചെറിയൊരു ഇതെടുത്തിട്ട് ഇതിനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ടെംപ്റ്റ് ചെയ്യുന്നു. അവസാനം ആ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഈ സീകൾ എന്ത് ചെയ്യുന്നത്, അവിടെ പറക്കുന്നതെന്നുള്ളതാണ് കഥ. നിങ്ങൾ ശരിക്കും അവിടെ പഠിച്ചു വെക്കണം. എടാ മക്കളെ, ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചോദിക്കാവുന്ന കാര്യം എന്താണെന്ന് പറയട്ടെ. എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇവിടുന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാവുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്ക് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, ആൻസർ ചെയ്യാൻ പറയും. മോസ്റ്റ് പ്രോബബ്ലി ആ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ആ പാരഗ്രാഫ് ശരിക്കും വായിക്കുക. ചോദ്യോത്തരങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞാൽ ഒരു 4 മാർക്കിൻ്റെ ക്യാരക്ടറായിട്ട് സ്കെച്ചായിട്ട് നമ്മളോട് ആരെ ചോദിക്കാറുണ്ടെന്ന് അറിയോ നിങ്ങൾ? സീകളിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഈ ഒരു സമ്മറി പഠിക്കുമ്പോൾ ആ കഥ അറിയുന്ന ഒരാൾക്ക് സീകളിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂലേ? കിട്ടണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. സീകളിനെ കുറിച്ച് ഒരു 4 മാർക്കിന് നമ്മളോട് അവിടെ ചോദിക്കാറുണ്ട്. ഇതല്ലാതെ ഇവിടുന്ന് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് അറിയോ നിങ്ങൾ? പാരൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്. അതായത് നമ്മുടെ പാരൻസിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ ഈ സീകളിൻ്റെ കഥയ്ക്കകത്ത് ഈ പാരൻസ് എങ്ങനെയാണ് അവനോട് കുറച്ചൊരു ക്രൂരമായിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്, അത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളൊരു ആക്ഷൻ ആണോ അല്ലേ? ചില സമയത്ത് നമ്മുടെ പാരൻസ് നമ്മളോട് ക്രൂരമായി ബിഹേവ് ചെയ്യാറുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണോ? ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇവിടെ നമ്മളോട് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? do you think that the parents of the seagull were cruel? Definitely no. We know that actually it was their responsibility to make their children self-reliant. ഏതൊരു പാരൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് തൻ്റെ മക്കളെ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് വരെ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പം അത് ആ ഒരു സംഗതിയാണ്. ഇവിടെ ഈ ഒരു സീകളിനെ ഈ പറക്കാൻ പഠിപ്പിക്കാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിമൈൻ ആസ് എ ഹെൽപ്ലെസ് ബേബി. ഇഫ് യു ട്രീറ്റ് എ ബേബി ആസ് ഹെൽപ്ലെസ്, ഒരു കുട്ടീനെ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്ന സമയത്ത് അയ്യോ മോനെ നടക്കണ്ട, നടന്നു കഴിഞ്ഞാൽ നീ വീഴും മോനെ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിന് വീഴോ എന്ന് പേടിച്ചിട്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി നടക്കാൻ പഠിക്കൂടാ? പറ്റൂലാലോ, കഴിയൂലാലോ. സെയിം സംഗതിയാണ്. സോ ആക്ച്വലി ഹിയർ ഇറ്റ് ഈസ് പാരൻസ് റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ദെയർ ചിൽഡ്രൻ സെൽഫ് റിലയൻറ്റ്. മക്കളെ സ്വയം പര്യാപ്തമാക്കി മാറ്റുക എന്നുള്ളത് ശരിക്കും പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ പാരൻസ് ഓഫ് ദ സീഗൾ വർ വൈസ് ആൻഡ് ക്ലെവർ. ദാറ്റ് ഈസ് വൈ ദേ ബിഹേവ്ഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സംഗതി നമ്മളോട് ചോദിക്കും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പാരഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം.
ഇത് കഴിഞ്ഞാൽ മക്കളെ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയോ നിങ്ങൾ? അവിടെ നിന്ന് നമ്മളോട് ചോദിക്കുക എന്ത്, ഒരു ഇമെയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് അതല്ലെങ്കിൽ ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് യു ഹാവ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫേവറേറ്റ് ഫ്രണ്ട്, യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ആ ഒരു ഫ്രണ്ടിന് ഈ സീഗളിൻ്റെ കഥ പറഞ്ഞിട്ടൊരു കത്തയക്കുക, അതല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുക. ഈ രൂപേണ ഒരു മെയിലിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ ലെറ്ററിൻ്റെ രൂപത്തിലോ ഈ സംഗതി പഠിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് പഠിക്കണമെന്ന്. നിങ്ങൾ ഏത് പഠിക്കണം? സമ്മറി പഠിക്കണം. സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തിന് അയക്കുന്ന ലെറ്റർ അല്ലേ, പേഴ്സണലായി നമ്മൾ കൊടുക്കുന്ന സംഗതിയല്ലേ. അവിടെ എന്ത് ചെയ്യുക, നമ്മളൊരു ടു അഡ്രസ്, ഡിയർ രാജു, ഹൗ യു, ഹോപ്പ് യു ഫൈൻഡ് ദ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു to share something about അല്ലെങ്കിൽ I have read a story named His First Flight by Liam Flaherty. In that story എന്ന് പറഞ്ഞിട്ട് ആ സമ്മറി എഴുതി കഴിഞ്ഞാൽ അത് കിട്ടൂലേ. ഇപ്പോൾ മെയിലിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ. ഒരു മെയിൽ ID കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി തുടങ്ങുക, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് എഴുതി തുടങ്ങിയാൽ മതി. സോ അങ്ങനെയൊരു ചോദ്യം നിങ്ങളിവിടെ പ്രതീക്ഷിക്കണം, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാം. അതുപോലെ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വരാം. ആ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ സീഗളിനെ കുറിച്ച് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചിരിക്കണം. ദെൻ ഇതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി പഠിച്ചു വയ്ക്കുക. സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഫ്ലഹർട്ടി.